ഹായ്, ഇന്നത്തെ റെസിപ്പി ഹൈദരാബാദി കൊറിയാണ്ടർ ചിക്കനാണ്. ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുക, അതേസമയം കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഉണ്ടാക്കട്ടെ. രണ്ടും നമുക്ക് എല്ലാവരുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിക്കാൻ തോന്നുക. അപ്പോൾ ഇതാ കുറച്ചൊരു ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ചൊരു ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു നാരങ്ങൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണേ. ഇനി പാനിൽ കുറച്ചൊരു ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ചിക്കൻ 2 വശം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണേ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിന് കുറച്ചൊരു ഓയിൽ എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. ഇതിൽ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയില, 1/2 കപ്പോളം മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. ഈ മല്ലിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം ഫ്രഷ് ക്രീം ചേർക്കുക. എന്നിട്ട് കുറച്ചൊരു പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കട്ടോ. ഇത് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ആ മല്ലിയിലൻ്റെ ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.